السلام عليكم ورحمة الله وبركاته. إن الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് അവരുടെ രോഗങ്ങളൊക്കെ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ജോലി കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേർ കമന്റ് ബോക്സിലൂടെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ ആദ്യത്തെ 10 വിട പറയുന്ന വേളയിലാണ്. ഇന്ന് മഗ്രിബോടുകൂടി ആദ്യത്തെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അഥവാ കാരുണ്യത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അള്ളാഹു അവന്റെ കാരുണ്യം നൽകിയ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളിലേക്ക് കടന്നു വരുന്നത് പാപമോചനത്തിന്റെ 10 ആണ്. ധാരാളം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ട 10 ആണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കാനും തൗബ ചെയ്യുവാനും അള്ളാഹു അതിനുള്ള അവസരവും ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ അധികം മഹത്വം നിറഞ്ഞ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ്. വളരെ മഹത്വം നിറഞ്ഞ ദിക്റാണത്. ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ദിക്റ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകളെ കൊണ്ട് നടക്കുന്നവരാണ്. പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത ഒരാളും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവുകയില്ല. ഏത് മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി, ജോലിയില്ലാതെ പ്രയാസപ്പെട്ട്, ടെൻഷൻ മാറാൻ വേണ്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് അത്തരം ആളുകൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് പറയുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരാൾക്ക് അല്ലാഹു തആല ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഫൽയുക്സിർ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അനുഗ്രഹം ലഭിച്ചാൽ അവൻ അധികരിപ്പിച്ച് ചൊല്ലിക്കൊള്ളട്ടെ, ധാരാളമായി ചൊല്ലട്ടെ എന്നാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം വല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പാപങ്ങൾ ചെയ്ത് ജീവിച്ച മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇസ്തിഗ്ഫാർ അവൻ ധാരാളമായി ചെയ്തു കൊള്ളട്ടെ, പാപമോചനം അല്ലാഹുവിനോട് ധാരാളമായി തേടിക്കൊള്ളട്ടെ എന്നാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ റിസ്കിൽ വല്ല പ്രയാസവും ബുദ്ധിമുട്ടും എത്തിയിട്ടുണ്ട് എങ്കിൽ, സാമ്പത്തികമായി ജീവിതത്തിൽ വല്ല പ്രയാസവും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് മഹാനുഭാവൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ലാ ഹൗല? ലാ ഹൗലയുടെ മഹത്വം വളരെ വലുതാണ്. മഹാമാരമെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പതിവായി ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനേക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്നാണ്.
ദാരിദ്ര്യം അവന്റെ ജീവിതത്തെ തൊട്ടു തീണ്ടുകയില്ല എന്നാണ്. ദാരിദ്ര്യമില്ലാത്ത ജീവിതം അവനക്കുണ്ടാവുമെന്നാണ്. സാമ്പത്തികമായ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം തരാത്ത, സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാത്രമല്ല ഈ ലാ ഹൗലയെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കൻസും മിൻ കുനൂസിൽ ജന്ന എന്നാണ്. സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല എന്നാണ്. അത്രമാത്രം മഹത്വം നിറഞ്ഞ, അത്രമാത്രം പവർഫുള്ളായ ദിക്റാണ് ലാ ഹൗല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസിൽ കാണാം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാണ്. 99 രോഗം. ഈ 99 രോഗങ്ങളിൽ ഐസറുഹ ഏറ്റവും ചെറുത് അൽ ഹമ്മു, അത് ടെൻഷനാണ്, മനോവിഷമമാണ് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ഏറ്റവും നല്ല ദിക്ർ ഏതെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ്. ഈ ദിക്ർ എല്ലാവരും കേട്ട് ജീവിതത്തിൽ പകർത്തി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടക്കുക. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പ്രത്യേകമായി കടുത്ത വശവാസം മാറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വശവാസും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മമ്മറിഞ്ഞു പോയവരുടെ പാരത്രിക ലോകം അല്ലാഹു സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രതികൂലമാകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫിലെ കാരുണ്യത്തിന്റെ 10 നമ്മൾ വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കാരുണ്യങ്ങളും ലഭിച്ച യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.